ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വാഴയ്ക്ക ബജ്ജി നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുത്താലോ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വാഴയ്ക്ക ബജ്ജി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വാഴയ്ക്ക ബജ്ജിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു ചട്നി കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇഡ്ഡലി, ദോശ, ചപ്പാത്തി എല്ലാറ്റിനും കൂടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള വലുതായിട്ട് മുറിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അധികമൊന്നും മൂത്തൊന്നും പോകണ്ട. ഇതുപോലെ ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാവും. ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചിൻ്റെ ചെറിയ 2 പീസ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അതാ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി മല്ലി ഇലയാണ് കേട്ടോ. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഒരു പിടി തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം പുളി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സ്റ്റൗവൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഈ തേങ്ങയൊക്കെ ഒന്ന് ചൂടായി വന്നാൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് ആറിയ ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല ചട്നിൻ്റെ പരുവത്തിൽ ഇതിനെ അങ്ങ് അരച്ചെടുക്കാം കേട്ടോ. ആവശ്യമെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ അതാ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എരിവ് അധികം കഴിക്കാത്തത് കൊണ്ട് ഞാൻ 2 പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3ഓ 4ഓ പച്ചമുളക് ചേർത്തിട്ടും ഈ ഒരു ചട്നി തയ്യാറാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയ്ക്ക ബജ്ജി ഉണ്ടാക്കിയെടുക്കാം. വാഴയ്ക്ക ഇതാ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതാ ആദ്യം തന്നെ നമ്മുടെ ഇതിൻ്റെ തലയും വാലാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഇതിൻ്റെ തൊലി ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അതിൻ്റെ മേലെയുള്ള കട്ടിയായിട്ടുള്ള തൊലി ഉണ്ടല്ലോ, അതും ഇതുപോലെ അങ്ങ് മാറ്റി കൊടുക്കുക. എത്രത്തോളം തിന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും തിന്നായിട്ട് നമുക്കിതിനെ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ സ്ലൈസറൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പൊട്ടോറ്റോ ഒക്കെ സ്ലൈസ് ചെയ്യുന്ന ആ സ്ലൈസർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്രയും തിന്നായിട്ട് തന്നെ അതിനെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതില്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇതുപോലെ ഇത്രയും തിന്നായിട്ടാണ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബജ്ജിക്ക് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു ബേസനിലേക്ക് 1.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 250 ml അളവുള്ള ഒരു കപ്പാണ്. അതുകൊണ്ട് 1.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരല്പം അജ്വൈനാണ് കേട്ടോ. ഓമം എന്നൊക്കെ പറയില്ലേ, നമുക്കതിന് അതുപോലെ അങ്ങ് ഞെരടിയിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൗഡറാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ചേർക്കില്ലേ, അതേ സോഡ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അങ്ങ് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്കിതിനെ ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ. കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്കിതിനെ കലക്കിയെടുക്കാനായിട്ട്. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ കട്ടകളൊന്നുമില്ലാതെ കലക്കിയെടുക്കാം. അങ്ങനെ ഇതാ ബജ്ജിക്കുള്ള മാവ് ഇവിടെ ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ചായക്കടയിലൊക്കെ ബജ്ജികൾ ഉണ്ടാക്കുന്ന അവർ ഈ ഒരു ഐറ്റമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള ബജ്ജി തയ്യാറാക്കിയെടുക്കുന്നത്. ഇതൊന്നുമില്ല, നമ്മളുടെ ദോശൻ്റെയോ ഇഡ്ഡലിൻ്റെയോ മാവാണ് കേട്ടോ. അതിൽ നിന്ന് നമുക്ക് 2 ടേബിൾ സ്പൂൺ മാവ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അല്പം പുളിയുള്ള മാവ് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. മാവ് കണ്ടില്ലേ, കോരി ഒഴിക്കുമ്പോൾ ഈ ഒരു പരുവത്തിലുണ്ടാവണം കേട്ടോ നമ്മുടെ മാവ് ബജ്ജിക്കുള്ളത്. ഇങ്ങനെ സ്പൂണും കൊണ്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് സ്പൂണിൽ കണ്ട നല്ലൊരു കോട്ടിംഗ് ആയിട്ട് വരുന്നുണ്ടല്ലേ. ഇനി നമുക്ക് ഓരോ വാഴയ്ക്കനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തിളച്ചു കൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം.
മാവ് കലക്കിയ ഉടനെ തന്നെ നമുക്ക് ഈ ബജ്ജിയൊക്കെ തയ്യാറാക്കി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ പുളിച്ചു പോവും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് ഈ ഒരു ബജ്ജി തയ്യാറാക്കി എടുക്കാനായിട്ട്. ആദ്യം നല്ല ചൂടായിട്ടുണ്ടാവും, പിന്നെ കുറച്ച് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്ത ശേഷം ഇതുപോലെ പൊങ്ങി വരുമ്പോൾ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്ക് ബജ്ജിനെ നമുക്ക് വേവിച്ചെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബജ്ജി കണ്ടില്ലേ, നല്ലപോലെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ചായക്കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതേ ബജ്ജിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഈ ബജ്ജിക്ക് വന്നിട്ടുള്ളത്. നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. ചായ തിളയ്ക്കുന്ന നേരം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബജ്ജി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ചൂടായിട്ടുള്ള ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ലപോലെ കഴിക്കാനും നന്നായിട്ട് തന്നെ കഴിക്കാനുണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു ബജ്ജിയാണ് കേട്ടോ ഇത്. ഈ മാവ് കറക്റ്റായിട്ടുള്ള അളവ് നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് കലക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബജ്ജി ഉണ്ടാക്കിയെടുക്കാം. നല്ല ചൂട് ചായൻ്റെ കൂടെ ബജ്ജി കഴിച്ചാലോ.